നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഷർട്ട് ഇടാതെ അമ്പലത്തിൽ കയറണോ, ഷർട്ട് ഇട്ടിട്ട് കയറണോ എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. പിണറായി വിജയൻ ശിവഗിരി സമ്മേളനത്തിൽ വെച്ച് തൊടുത്തുവിട്ട ആ ഒരു വാക്കുണ്ടല്ലോ, അത് ഇന്ന് വലിയ രണ്ട് സമുദായങ്ങളെ, ഹിന്ദു സമുദായങ്ങളെ, നായർ ഈഴവ സമുദായങ്ങളെ പരസ്പരം വെറുപ്പിന്റെ രീതിയിലേക്ക് നയിക്കുന്ന തരത്തിൽ ചിലർ പ്രചരണത്തിലുള്ള ഒരു മാധ്യമമാക്കി എടുത്തിരിക്കുകയാണ്. ചില ചാനലുകൾ അതിൽ പ്രത്യേക താല്പര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ചില മൗദൂദിയൻ ചാനലുകൾ. അപ്പൊ അതിനൊക്കെ ഇരയായി നമ്മൾ നിന്നു കൊടുക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിണറായി വിജയൻ അവിടെ ഒരു കാര്യവുമില്ലാതെ അത്തരം ഒരു കാര്യം പറയില്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനഭാജനമായ ISRO റോക്കറ്റ് വിക്ഷേപിച്ചപ്പോ വാണം വിട്ടാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച ആളുകള് ഈ ഷർട്ട് ഇട്ട് കയറിയാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചില്ല. ഇക്കാര്യത്തില് എന്തായാലും ഒരു സ്വാമി ആശാൻ കാവി കൊടുത്ത ഒരു കഷായ വസ്ത്രധാരി ശിവഗിരിയിലെ അദ്ദേഹം വളരെ ചടുലമായി ഇതിന് ഈ വിവാദങ്ങളുടെ ഒരു മറുവശത്തുണ്ട്. എന്താ അത് അപ്പുറത്താണെങ്കിൽ സുകുമാരൻ നായർ ഇതൊക്കെ പറയാൻ ഇവന്മാരാരാ എന്നുള്ള രീതിയിൽ എല്ലാത്തിന്റെയും കൊട്ടേഷൻ മൊത്തം കച്ചവടക്കാരൻ അദ്ദേഹവും ഉണ്ട്. ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നൊന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഈ രാജ്യത്ത്, ഈ നാട്ടിലെ ശരാശരി മലയാളി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവരുടെയൊക്കെ മനസ്സിൽ. അതിനുശേഷം അടങ്ങി അവിടെ ഇരിക്കണ എന്ന് ഓരോരുത്തരോടും പറയണം. അത് കാവി കൊടുത്തവനായാലും കളസമിട്ടവനായാലും നിങ്ങളെ പണി നോക്കിക്കോ എന്ന് പറയാൻ ഓരോ മലയാളിയും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നു. പ്രകോപനപരമായിട്ടായിരുന്നു ജി സുകുമാരൻ നായരുടെ പ്രതികരണം. കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെ പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ? ഗുരുവിന്റെ അനുയായി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ള ധാർമ്മികമായ ചുമതലയുണ്ട്, കടമയുണ്ട്, കടപ്പാട്. സുകുമാരൻ നായരെ പോലെയുള്ള കുറെ ആളുകള് ഇപ്പോഴിത് അംഗീകരിക്കുന്നില്ല. അവര് 100 വർഷം പുറകോട്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ സുകുമാരൻ നായരെക്കാൾ കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ധാർമ്മികമായ ചുമതല എനിക്കുണ്ട് എന്ന് സുകുമാരൻ നായർ ധരിച്ചാൽ കൊള്ളാം. ഈ തർക്കത്തിൽ ശ്രീനാരായണ സമൂഹം കേരളത്തിൽ 28%. പക്ഷെ കോൺഗ്രസില് ഒരു MLA മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥ കേരളത്തെ സംബന്ധിച്ചുണ്ട്. സുകുമാരൻ നായരുടെ വാക്കുകൾ എത്ര അന്തസ്സില്ലാത്തതും അഹന്ത നിറഞ്ഞതും മര്യാദ കെട്ടതും ആണെന്ന് നിങ്ങൾ നോക്കൂ. മന്നത്താചാര്യനെ പോലെ ഒരു മഹാനുഭാവൻ ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ഇദ്ദേഹത്തിന് ഇത് സാധിക്കുന്നു? അതുപോലെ തന്നെ ശ്രീനാരായണ ആശയങ്ങൾ പിൻപറ്റുന്ന ഒരു സന്യാസ സമൂഹത്തിന്റെ മഠാധിപതിയായിരുന്നു കൊണ്ട് സച്ചിദാനന്ദ സ്വാമി ഒരു രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരന്റെ വേഷം കിട്ടുന്നത് കേരളീയ സമൂഹത്തിന് ഭൂഷണമല്ല. ഇവരോട് മാനുഷാത പറയുവാൻ മലയാളി തയ്യാറാകണം. ഇത്തരം വിഷങ്ങൾ സമൂഹത്തിൽ കലരുകയാണെങ്കിൽ ജാതി സ്പർദ്ധ അധികരിക്കുകയും മലയാളിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന തരത്തിൽ ജാതീയതയുടെ തിരിച്ചുവരവ് ഉണ്ടാവുകയും ചെയ്യും. ഈഴവ് വോട്ടുകൾ ഇടതുപക്ഷത്തേക്കും നായർ വോട്ടുകൾ കോൺഗ്രസ് പക്ഷത്തേക്കും എന്ന പതിവ് ധാരണകൾ ഈ അടുത്തായി തെറ്റാറുണ്ട്. അത് അതേ പാതയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഏതോ മസ്തിഷ്കത്തിൽ വിരിഞ്ഞ കുബുദ്ധിയുടെ പ്രായോഗികവൽക്കരണമാണ് ഈ ശിവഗിരിയിൽ നടന്നും അതിനുശേഷം ഈ NSSന്റെ താക്കോൽ സ്ഥാന പുത്രനൊക്കെ നടത്തിയതും. അതുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ മലയാളി തയ്യാറാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.